പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. രാജ്യാന്തര അവയവക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണി കൊച്ചിയിൽ പോലീസിന്റെ പിടിയിലായി. തൃശൂർ സ്വദേശി സബിത്ത് നാസറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ആളുകളെ ഇറാനിലെത്തിച്ചാണ് ഇയാൾ ഉൾപ്പെട്ട സംഘം അവയവ വ്യാപാരം നടത്തിയിരുന്നത്. നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ഇന്നുച്ചയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രതി പിടിയിലാകുന്നത്. പ്രതിയെ സംശയം തോന്നിയ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. അവയവക്കടത്തിന് ആളുകളെ കൊണ്ടുപോയി തിരികെ വരും വഴിയാണ് അറസ്റ്റ്. നിർധനരായ ആളുകൾക്ക് വലിയ തുക നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇറാനിലെത്തിച്ചാണ് പ്രതി അവയവ കച്ചവടം നടത്തിയിരുന്നത്. ഇറാനിൽ വെച്ച് അവയവം കവർന്ന ശേഷം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ തുകയ്ക്ക് മറിച്ചു വിൽക്കുകയാണ് രീതി. നിരവധി പേരെ ഇത്തരത്തിൽ പ്രതി ഇറാനിലെത്തിച്ച് അവയവം കവർന്നെന്നാണ് വിവരം. രാജ്യാന്തര റാക്കറ്റിലെ പ്രധാന ഏജന്റാണ് പിടിയിലായ സാബിത്ത് എന്ന് പോലീസ് പറയുന്നു. പ്രതിക്കെതിരെ IPC 370, അവയവക്കടത്ത് തടയൽ നിയമം 19 പ്രകാരമുള്ള വകുപ്പുകൾ എന്നിവ ചുമത്തിയിട്ടുണ്ട്. അത് ജസ്റ്റ് വളരെ പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതുകൊണ്ടാണ് ആ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല. അതേസമയം പ്രതിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പാലക്കാട്, തൃശൂർ ഭാഗങ്ങളിലുള്ള നിരവധി പേരാണ് ഇരകളായത്. അവയവ വ്യാപാരത്തിന്റെ തെളിവുകൾ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 24 കൊച്ചി. ആലപ്പുഴ കായംകുളത്ത് ഗുണ്ടാസംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ച സംഭവം കഴിഞ്ഞ ദിവസം പോലീസും ഗുണ്ടാസംഘവും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ച. സംഘർഷത്തിനിടെ നഷ്ടപ്പെട്ട ഗുണ്ടാ നേതാവിന്റെ ഫോൺ പോലീസിൽ ഏൽപ്പിച്ചതിന്റെ വൈരാഗ്യമാണ് യുവാവിനെ ആക്രമിച്ചതിന് പിന്നിൽ. സംഭവത്തിൽ 3 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഈ കേസ് കൊടുത്ത എല്ലാം കയറി കിടന്ന് ഉറങ്ങും. കൊലക്കേസൊന്നുമല്ലേ, ജാമ്യം കിട്ടും. 15 ദിവസം ഹൈക്കോടതി വെച്ചിട്ടായാലും നീ പോയാലും എന്തോത്തിന്റെ പേരില്ല നീ പരാതി കൊടുക്കുന്ന. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ ദൃശ്യങ്ങൾ തന്നെ നടക്കുന്നതാണ്. ആയുധങ്ങളുമായി എത്തിയ ഒരു സംഘം ഒരാളെ ചോദ്യം ചെയ്യുന്നു, പിന്നീട് ആക്രമിക്കുന്നു. ഈ യുവാവിൻ്റെ കേൾവിശക്തി നഷ്ടമായി എന്നുള്ള വിവരം പുറത്തു വരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസിൻ്റെ വിശദീകരണം, പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? തുടർ നടപടികൾ എങ്ങനെയായിരിക്കും മനീഷ്? റിജിത്ത്, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇതിൽ ഗുണ്ടാ നേതാവ് അനൂപ് ശങ്കർ നേരത്തെ 17ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അനൂപ് ശങ്കറിന്റെ അനുജൻ അഭിമന്യു സാഗർ, ഒപ്പം തന്നെ അമൽ ചിന്തു, ഈ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 3-ാം പ്രതിയെ ലഭിച്ചിട്ടില്ല. അതായത് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള 4-ാം പ്രതിയാണ്. 3-ാം പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കായംകുളം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതായത് കായംകുളം നഗരത്തിൽ തന്നെയുള്ള ഒരു റെയിൽവേ ട്രാക്കിൻ്റെ സമീപത്താണ് ഒരു 4 മണിക്കൂറോളം നേരം ഈ പറയുന്ന അരുൺ പ്രസാദ് എന്ന യുവാവിനെ ഇവർ 5 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. യുവാവിൻ്റെ ചെവിക്ക് കരിങ്കല്ല് കൊണ്ട് അടിക്കുകയും വടിവാൾ കൊണ്ട് ശരീരത്തെ പല സ്ഥലങ്ങളിലും മുറിവേൽപ്പിക്കുകയും കമ്പി വടി കൊണ്ട് കാൽ മുട്ടടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. ഇവരെല്ലാവരും രാസലഹരി ഉപയോഗിച്ച ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടത്തിയത്. ഈ അറസ്റ്റിലായ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെയാണ് ഈ ക്രൂര മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതിന് കാരണമായി നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത്, പക്ഷേ പോലീസ് ഈ വിവരം സ്ഥിരീകരിക്കുന്നില്ല. അതായത് പോലീസും ഒപ്പം തന്നെ മറ്റ് ചില പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളും തമ്മിൽ കഴിഞ്ഞ ദിവസം കായംകുളം കൊറ്റുകുളങ്ങരയിൽ ഒരു ചെറിയ സംഘർഷം ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിൻ്റെ തുടർച്ചയാണ് ഇത് സംഭവം എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിൽ പോലീസുമായുള്ള സംഘർഷത്തിനിടയിൽ ഈ ഗുണ്ടാ നേതാവ് അനൂപ് ശങ്കറിന്റെ ഫോൺ നഷ്ടമായിരുന്നു. ഈ നഷ്ടപ്പെട്ട ഫോൺ ഇതിൽ ഈ നിലവിൽ മർദ്ദനത്തിനിടെ അരുൺ പ്രസാദ് പോലീസിനെ ഏൽപ്പിച്ചതാണ് ഈ വൈരാഗ്യത്തിനും വിരോധത്തിനും ഇടയാക്കിയത്. ശ്രീജിത്ത്. ശരി, മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന്. എന്തായാലും ആ ദൃശ്യങ്ങൾ നടക്കുന്നതാണ്. പോലീസിന്റെ തുടർ നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവട്ടെ. ഒറ്റ മഴയിൽ മുങ്ങി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ അടുത്ത 3 ദിവസം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തി. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. മാലിദ്വീപ്, കൊമോറിയൻ മേഖല, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ,
തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലയിൽ കാലവർഷമെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും അതിശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം. 5 ദിവസവും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അടുത്ത 3 ദിവസം മധ്യ തെക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നു മുതൽ 3 ദിവസം റെഡ് അലേർട്ടും എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരത്തെ നഗര ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളം കയറി ജനജീവിതം ദുസ്സഹമായി. കാസർഗോഡ് കരിന്തളത്ത് പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും കുണ്ടൂർ സ്വദേശി NK ശാരദയുടെ വീട് പൂർണ്ണമായി തകർന്നു. പത്തനംതിട്ട ഗവി പാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കുമിളിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വന്ന KSRTC ബസ് റോഡിൽ കുടുങ്ങി. പുറമറ്റം മാർത്തോമ പള്ളിയുടെ സെമിത്തേരി മതിൽ മഴയിൽ തകർന്നു വീണു. പ്രദേശത്ത് ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായി. അട്ടപ്പാടി കള്ളമലയിൽ കാറ്റിലും മഴയിലും വൻമരം കടപുഴകി വീണ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തിരുവനന്തപുരം തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതായി പരാതി. കുഞ്ഞിന് അനക്കമില്ലെന്ന് ഡോക്ടറെ അറിയിച്ചപ്പോൾ ഉറങ്ങുന്നതാകും എന്ന് പറഞ്ഞ് തിരിച്ചയച്ചതായി കുടുംബം ആരോപിച്ചു. തുടർന്ന് നടത്തിയ സ്കാനിംഗിൽ കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തി. ആരോഗ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകുമെന്ന് ഭർത്താവ് ലിബു 24നോട് പറഞ്ഞു. 8 മാസം ഗർഭിണിയായ കഴക്കൂട്ടം സ്വദേശി പവിത്രയുടെ കുഞ്ഞിന് അനക്കമില്ലാതെ വന്നതോടെയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രി തൈക്കാട് സർക്കാർ ആശുപത്രിയിലെത്തിയത്. എന്നാൽ ഡ്യൂട്ടി ഡോക്ടർ പരിശോധിച്ച ശേഷം മടക്കി അയക്കുകയാണ് ചെയ്തതെന്ന് പവിത്രയുടെ ഭർത്താവ് ലിബു പറഞ്ഞു. രാത്രി ഒരു 11 മണിക്ക് ശേഷം ഈ എൻ്റെ വൈഫിന്, കുട്ടിയുടെ മാതാവിന് ഇങ്ങനൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവുകയും കാര്യം കുട്ടിക്ക് ചലനം കുറവായിട്ട് വരികയും ചലിക്കുന്നില്ല എന്നുള്ളൊരു അനക്കം ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തു. പെട്ടെന്ന് നമ്മൾ വണ്ടിയിൽ കയറി നേരെ തൈക്കാട് ഹോസ്പിറ്റലിലെത്തിയപ്പം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇത് കുട്ടിയെ ഈ വയറ് പരിശോധിച്ചതിന് ശേഷം കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടി ഉറങ്ങുകയാണ്, നിങ്ങൾ കുട്ടിയെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ, നിങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയുള്ളതിൽ ഇപ്പം നിങ്ങൾ നേരത്തെ മുമ്പ് പ്രസവിച്ചതല്ലേ, ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലേ, കുട്ടി ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് കുട്ടി അനങ്ങാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് നമ്മൾ പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു ചെയ്തത്. പിറ്റേ ദിവസം പുറത്ത് നടത്തിയ സ്കാനിംഗിൽ കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തി. ഉടൻ തൈക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി SAT-യിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. SAT-യിൽ എത്തിച്ച് ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർ കൃത്യമായി പരിശോധിച്ചിരുന്നുവെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നുവെന്ന് ലിബു. ഈ രണ്ടാമത്തെ സ്കാനിങ് പറഞ്ഞില്ലേ, ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കണമെന്ന്, സെയിം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ചെയ്യാനായിട്ട് രാവിലെ ഞങ്ങൾ ടിഫ സ്കാനിങ് സെൻ്ററിൽ എത്തുകയും അവിടുത്തെ പരിശോധനയിൽ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് നിന്നുപോയതായിട്ട് അവരറിയിക്കുകയും ചെയ്തു. ആശുപത്രിക്കെതിരെ പോലീസിലും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകും. അതേസമയം ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ വിശദീകരണം നൽകിയിട്ടില്ല. കുഞ്ഞിന്റെ മരണകാരണം അറിയാൻ പത്തോളജിക്കൽ ഓട്ടോപ്സി നടത്തും. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി. എല്ലിന് പൊട്ടലുണ്ടായതിനെ തുടർന്ന് കോതിപ്പാലം സ്വദേശി അജിത്തിന്റെ കയ്യിലിട്ട കമ്പി മാറി എന്നാണ് പരാതി. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. എന്നാൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ബൈക്ക് അപകടത്തിൽ എല്ല് പൊട്ടിയതിനെ തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയിൽ കമ്പി മാറിയിട്ടെന്നാണ് പരാതി. കയ്യിൽ ഇടുന്ന കമ്പിക്ക് പകരം കാലിൽ ഉപയോഗിക്കുന്ന വലിയ കമ്പി ഇട്ടെന്ന് കുടുംബം പറയുന്നു. തെറ്റ് മനസ്സിലാക്കിയതോടെ രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചതായും അജിത്തിന്റെ മാതാവ് PV പത്മിനി 24നോട് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തിട്ട് കൊണ്ടുവന്നപ്പോഴാണ് രാത്രി 11 മണിക്കുണ്ട് ഇവർ വന്നിക്കണം. ഇവർ എക്സ്റേ കൊണ്ടുപോകുക, ക്ലാസ്സിലിട്ട് നോക്കുക, എൻ്റെ അടുത്ത് വരിക, പിന്നെ രക്തം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് 11 മണിക്ക് ഇവനോട് തന്നെയാണ് നേരിട്ട് പറയുന്നത്. പെട്ടെന്ന് എമർജൻസി ആയിട്ടാണ്, ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാ സാറേ, എനിക്ക് ഇനി കമ്പിൻ്റെ ആവശ്യമില്ലല്ലോ, എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാ കമ്പി ലേശം പുറത്തേക്കാണ് തള്ളി നിൽക്കണതെന്ന്. എന്നാൽ വിഷയത്തിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. അങ്ങനെ കാലിൻ്റെ കമ്പി കയ്യിലിട്ടു അങ്ങനെ ഉള്ളതൊന്നുമല്ല, സാധാരണ പ്രൊസീജിയറാണ്. അതിൻ്റെ നോർമലായിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പ്രാഥമികമായി യാതൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഏതൊരു അന്വേഷണം നടത്തുന്നതിനും ഞങ്ങൾ തയ്യാറാണ്. ബന്ധുക്കൾ നൽകിയ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് ACP KE പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ അജിത്തിന്റെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം FIR രജിസ്റ്റർ ചെയ്തു.
ചികിത്സാ വീഴ്ചയ്ക്കെതിരായ നിയമപ്രകാരമാണ് ഡോക്ടർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടികൾക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് DMOക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നിരന്തരമായ കുപ്രചാരണങ്ങൾ അപലപനീയമെന്നും KGMCTA പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. 24 കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈക്ക് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ഡോക്ടറെ ഉടൻ ചോദ്യം ചെയ്യും. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നടപടി ആരംഭിച്ചു. കേസിന്റെ അന്വേഷണം മെഡിക്കൽ കോളേജ് SCP KE പ്രേമചന്ദ്രൻ ഏറ്റെടുത്തു. കുട്ടിയെ പരിശോധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 4 ഡോക്ടേഴ്സിനെയും ജീവനക്കാരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ ഓപ്പറേഷൻ ചൂലിന് BJP ശ്രമിക്കുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ BJP ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് ഡൽഹി പോലീസ് തടഞ്ഞു. സ്വാതി മലിവാൾ കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെ CCTV DVR ഡൽഹി പോലീസ് പിടിച്ചെടുത്തു. ആം ആദ്മി പാർട്ടി നേതാക്കളെ വേട്ടയാടുന്നുവെന്നാരോപിച്ചാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മന്ത്രിമാരടക്കം BJP ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. ഇതിനു മുന്നോടിയായി പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ബാരിക്കേഡുകൾ നിരത്തി കേന്ദ്രസേനകളെ വിന്യസിച്ചാണ് മാർച്ച് പോലീസ് തടഞ്ഞത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്ഥലത്ത് നിലയുറപ്പിച്ചു. പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഒരു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ 100 കെജ്രിവാളുമാർ ജന്മമെടുക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ. मैं उन्हें कहना चाहता हूं कि ये आम आदमी पार्टी चंद लोगों की पार्टी नहीं है. ये आम आदमी पार्टी 140 करोड़ लोगों के सपनों की पार्टी है. आम आदमी पार्टी कोई पार्टी नहीं है. जिस किस्म के काम हम लोगों ने दिल्ली और पंजाब में किए हैं, 75 साल के अंदर इस देश के लोगों ने ऐसे काम कभी नहीं देखे थे. BJPയിൽ നിന്ന് ആം ആദ്മി പാർട്ടി സർക്കാർ ഭീഷണി നേരിടുന്നതായി മന്ത്രി കൈലാഷ് ഗെലോട്ട് 24നോട് പറഞ്ഞു. I think BJP is highly threatened and scared of Aam Aadmi Party. No, we are going to campaign aggressively. ആം ആദ്മി പാർട്ടിയുടെ തന്നെ രാജ്യസഭാംഗം സ്വാതി മലിവാളിനെ മർദ്ദിച്ചെന്ന കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാറിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. നിർഭയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയ പാർട്ടി ഇപ്പോൾ പ്രതികളെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സ്വാതി മലിവാൾ വിമർശിച്ചു. സ്വാതി മലിവാളിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തിയ പോലീസ് സംഘം CCTV DVR പിടിച്ചെടുത്തു. ബിഭവ് കുമാർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. 24 ഡൽഹി. 5ാം ഘട്ട വിധിയെഴുത്ത് നാളെ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. അമേഠിയും റായ്ബറേലിയും അടക്കം 49 ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നാളെ. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 695 സ്ഥാനാർത്ഥികളാണ് 5ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 6ാം ഘട്ട പ്രചാരണത്തിൽ ദേശീയ നേതാക്കൾ ഇന്നും സജീവമായിരുന്നു. RSSന്റെ തുണയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടിയായി BJP വളർന്നെന്ന് JP നഡ്ഡ അവകാശപ്പെട്ടു. 5ാം ഘട്ട വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജമ്മു കാശ്മീർ, ലഡാക്ക്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ കർശന സുരക്ഷാ മുൻകരുതലുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ഘട്ടങ്ങളിലും ബംഗാളിൽ വ്യാപകമായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, സ്മൃതി ഇറാനി, ചിരാഗ് പാസ്വാൻ, രാജീവ് പ്രതാപ് റൂഡി, ഒമർ അബ്ദുള്ള തുടങ്ങിയവരാണ് 5ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ജാർഖണ്ഡിലും ബംഗാളിലുമായി നടത്തിയ പ്രചാരണ റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു. കോൺഗ്രസ് വാലേ जामुमा वालों को इन सबसे कोई मतलब ही नहीं है. इन्हें विकास का क ख ग ग भी मालूम नहीं है. और इनका तरीका क्या है? झूठ बोलो, जोर से बोलो, बार बार बोलो, इधर भी बोलो, उधर भी बोलो. ഉത്തർപ്രദേശിലെ ഫുൽപൂരിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ജനത്തിരക്ക് അനിയന്ത്രിതമായി. സുരക്ഷാ ബാരിക്കേഡുകളും മൈക്കും ഉച്ചഭാഷിണികളും തകർന്നതോടെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പ്രസംഗിക്കാനാവാതെ മടങ്ങി. ഇതിനിടെ RSS സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി BJPക്കുണ്ടെന്ന JP നദ്ദയുടെ പ്രസ്താവന ആയുധമാക്കുകയാണ് പ്രതിപക്ഷം.
RSS സാമൂഹ്യ സാംസ്കാരിക സംഘടന മാത്രമാണെന്നായിരുന്നു ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ BJP അധ്യക്ഷന്റെ പ്രസ്താവന. RSSും BJPയുമായി ഭിന്നത ഉണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ RSSന്റെ പിന്തുണ ഇല്ലെന്നും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ ആരോപണം നിലനിൽക്കെയായിരുന്നു JP നദ്ദയുടെ പരാമർശം. 24 ഡൽഹി. വാർത്തകളിലേക്ക് വീണ്ടും. ബംഗളൂരുവിൽ തീപിടുത്തമുണ്ടായ എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാർ കൊച്ചിയിലെത്തി. അപകടത്തിൽ പലർക്കും പരിക്കേറ്റു. ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാതെ എയർ ഇന്ത്യ അധികൃതർ ബുദ്ധിമുട്ടിച്ചെന്ന് യാത്രക്കാർ പറഞ്ഞു. തീപിടുത്തമുണ്ടായ വിമാനത്തിന് പകരം ഏർപ്പെടുത്തിയ വിമാനത്തിൽ 120 പേരാണ് കൊച്ചിയിലെത്തിയത്. ജീവൻ തിരിച്ചു കിട്ടിയതിന് ആശ്വാസമുണ്ടെങ്കിലും പലർക്കും ഞെട്ടൽ മാറിയിട്ടില്ല. ഞങ്ങൾ അത്ഭുതമായിട്ട് രക്ഷപ്പെടാണ്. ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ശരിക്കും പേടിച്ചുപോയി. ഫസ്റ്റ് ലൈറ്റൊക്കെ ഓഫായി തീ വന്നപ്പോൾ അപ്പോൾ ശരിക്കും ഭയങ്കര പേടിച്ച് വാപ്പാടെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു അത്രനേരം. വിമാനത്തിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ ചിലർക്ക് പരുക്കേറ്റു, ചിലർക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. ചേട്ടനെ കണ്ടുപോയില്ല, ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ദേഷ്യം കൂടി 400-450 ഷുഗറുണ്ട് എനിക്കിപ്പോൾ. പേടിച്ചു പോയി. പിന്നെ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസിൽ തീപിടുത്തമുണ്ടായത്. ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് 5 മിനിറ്റിന് ശേഷമാണ് എഞ്ചിനിൽ നിന്ന് തീ പടരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കി. വിമാനത്തിലുണ്ടായിരുന്ന 179 യാത്രക്കാരെയും 6 ജീവനക്കാരെയും ഉടൻ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. കൊച്ചിയിലേക്ക് രാവിലെ തന്നെ പകരം വിമാന സർവീസ് ഉണ്ടാകുമെന്നായിരുന്നു എയർ ഇന്ത്യയുടെ അറിയിപ്പ്. എന്നാൽ രാവിലെയായിട്ടും പകരം സംവിധാനം ഒരുക്കിയില്ല. പിന്നാലെ കാത്തിരുന്ന യാത്രക്കാർ പ്രതിഷേധിച്ചു. ഒടുവിൽ പകരം വിമാനം തയ്യാറാണെന്ന എയർ ഇന്ത്യയുടെ അറിയിപ്പെത്തി. 8 മണിയോടെ ബോർഡിംഗ് പാസുകളും നൽകി തുടങ്ങി. എന്നാൽ ചാർട്ട് ചെയ്ത വിമാനത്തിൽ പ്രവേശിപ്പിച്ചത് 120 പേരെ മാത്രം. അവശേഷിക്കുന്ന യാത്രക്കാരെ മറ്റ് വിമാനങ്ങളിൽ ഇന്ന് തന്നെ കൊച്ചിയിലെത്തിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ യാത്രക്കാർ അത് അംഗീകരിച്ചില്ലെങ്കിലും എയർ ഇന്ത്യയുടെ അനുനയ നീക്കത്തിൽ പിന്നീട് യാത്രക്കാർ വഴങ്ങി. 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. IPLൽ പഞ്ചാബ് കിങ്സിനെതിരെ ഹൈദരാബാദ് ജയത്തിനായി പൊരുതുന്നു. 215 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഹൈദരാബാദ് 2 വിക്കറ്റിന് 84 റൺസ് പിന്നിട്ടു. 5 വിക്കറ്റ് നഷ്ടത്തിലാണ് പഞ്ചാബ് 214 റൺസ് എടുത്തത്. രാത്രി 7:30 സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. കാലാവസ്ഥാ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.